ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മേലിൽ എന്റെ മോളുടെ കാര്യത്തിൽ ഇടപെടരുത്. ആരും. കർണാര, എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ ഇവൻ പടച്ചുണ്ടാക്കിയ കള്ളക്കഥകളാ ഇതൊക്കെ. ഓ, ഒരു പെണ്ണ് ബോധം കെട്ട് കിടന്നപ്പോ അവളെ താലി കെട്ടിയ വീരസാഹസിക കഥകളൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ല, ഈ കഥ നിന്റെ സൃഷ്ടിയാണോ അതോ നിന്റെ അച്ഛയുടെ സൃഷ്ടിയോ? അല്ല, വിദ്യാർത്ഥിക്കൊന്നും പറയാനില്ലേ? ഇത്രയും നേരം വിദ്യാർത്ഥി എവിടെ പോയിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ പോയിരുന്നു? അത് ചോദിക്കാൻ നീ ആരാടി? നിക്ക്. എവിടെ പോയിരുന്നു എന്നാ ചോദിച്ചത്? ക്ഷേത്രത്തില്. ഹരിതമൊത്തല്ലേ ക്ഷേത്രത്തിൽ പോയത്? അതെ, ഹരിതയൊത്താ പോയത്. എന്നിട്ട് ഹരിത എവിടെ? ഹരിത എവിടെയാന്ന് ഹരിത തന്നെ പറയും. വന്ദനേജി. മനോജെ, ആ ഹരിത എവിടെ? ഹരിതയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കോ? ഞാൻ വീഡിയോ കോൾ ചെയ്യാം. ശരി ചേച്ചി. ഹരിതേ, ഹരി. എന്താ മനോജെ? വന്ദനേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു. വീഡിയോ കോള് വിളിക്കാന്ന് പറഞ്ഞു. എന്തിന്? ആ ദേ. അച്ഛൻ. കുറുപ്പച്ച. അച്ഛാ, ഞാനിപ്പോ മനോജിന്റെ വീട്ടിലാ. അപ്പച്ചിയും വിദ്യാർത്ഥിയും ചേർന്ന് ഒരു വൃത്തികെട്ടവനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കിയതാ. ഭാഗ്യത്തിന് ആപത്തിലൊന്നും പെടാതെ രക്ഷപ്പെട്ടത്. അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞത് കള്ളക്കഥയല്ലെന്ന്. എന്താ അച്ഛൻ ഇപ്പോഴും ബോധ്യപ്പെട്ടില്ലേ അത്? എല്ലാം ബോധ്യപ്പെട്ടു. എല്ലാം ബോധ്യപ്പെട്ടു. അതെ, മനോജിനോട് പിണങ്ങിക്കഴിഞ്ഞിരുന്നവളാണ് ഹരിത. ഏതായാലും ഇതിനിടയിൽ ഹരിതയെ മനോജുമായി ഒന്നിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും കുറുപ്പിനെ ജയിച്ചെന്ന്
നീ കരുതണ്ട. കരുണാകര, മിണ്ടിപ്പോകരുത്. മേലിൽ എന്റെ മോളുടെ കാര്യത്തിൽ ഇടപെടരുത്. ആരും. ഇവൾക്കൊരടി ആവശ്യമായിരുന്നു. പക്ഷേ അച്ഛൻ ഈ അടി ഡെഡിക്കേറ്റ് ചെയ്തതേ ഇവൾക്കല്ല, അപ്പച്ചിക്ക. സന്തോഷായില്ലേ? എന്താടി കുരിപ്പേ? നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കൂടെ? പണ്ട് കാരണന്മാര് പറയും, പറഞ്ഞാ കേക്കാത്ത പിള്ളാരെ കമ്പിനടിച്ച് വളർത്തണമെന്ന്. വിദ്യക്ക് അടി കൊടുത്ത് വളർത്താത്ത അച്ഛനമ്മമാരെ പറഞ്ഞാ മതി. അമ്മേ, ഇത്തിരി മോരും വെള്ളം കിട്ടോ? ഉള്ളൊന്ന് തണുക്കട്ടെ. വാ. നന്നായിട്ടുണ്ട്. വന്ദനമോളാണല്ലോ. പറമോളെ. അച്ഛൻ എവിടെയാ? വീട്ടിലാണോ? അതെ മോളെ, വീട്ടിലാ. ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? ഭാര്യയും ഭർത്താവും അടിയൊന്നും ഉണ്ടാക്കാതെ സന്തോഷായിട്ടിരിക്കുന്നോ? ആ, ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഇല്ലാതില്ല. എന്നാലും ഹരിത മൊത്തത്തിലൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആ, ഒതുങ്ങണല്ലോ. സ്വന്തം അപ്പച്ചിയല്ലേ അവളെ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി മറ്റൊരു പുരുഷനെ കൊണ്ട് താലി കെട്ടിക്കാൻ ശ്രമിച്ചത്. മാനത്തെ കൊട്ടാരം